അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിശബ്ദമായി ഇരിക്കാൻ പറ്റില്ല. ചൈനയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എല്ലാ കാലത്തും ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു യുദ്ധത്തിൽ കക്ഷി ചേർന്ന് അവരുടെ സൈന്യത്തെ അയച്ച് അതിൻ്റെ ഒരു ആയിട്ടില്ല ചൈന ഇതുവരെ. നമ്മൾ ഈ റഷ്യ ഉക്രൈൻ വാറിൽ പോലും നാറ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റൂട്ട് കോസ് അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരു അമേരിക്കൻ ഇൻട്രസ്റ്റ് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് എന്ത് ചെയ്യും എന്ന് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും രീതിക്കൊരു കാര്യം പറഞ്ഞു വയ്ക്കണത് വലിയ അബദ്ധമാവും. ട്രംപ് എന്തും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രതിസന്ധിയിട്ട് പോകാനുള്ളൊരു സാധ്യതകളൊക്കെ യുദ്ധം പകർന്നു നൽകുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇന്നിപ്പം 9ാം ദിവസം തീട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ ഈ യുദ്ധത്തെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ഇറാൻ്റെ ഒരു ശേഷിയെപ്പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇറാൻ ഈ യുദ്ധത്തെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുമെന്നുള്ളൊരു ചർച്ച ഉയർന്നു വന്നത്. ഇറാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രണ്ട് ദ്വന്ദ്ങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു സംഘർഷം എന്നുള്ള രീതിക്ക് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇതിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ നമുക്കിന്നറിയാം ഇറാനോട് ചായ്വുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇറാനുമായിട്ട് വലിയ തരത്തിൽ എല്ലാ തരത്തിലും വ്യാപാര മേഖലയിലായാലും സാമ്പത്തികമായിട്ടായാലും സൈനിക ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. അപ്പോൾ ഇവർക്കും സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഒരു നിലപാടെടുക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് പോകും. കാരണം നിർബന്ധമായിട്ടും ചൈനയ്ക്കും ഇപ്പോൾ തന്നെ റഷ്യയും ചൈനയും അമേരിക്ക ഇടപെടുന്നതിനെതിരെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടില്ല എന്ന് നമ്മൾ നിഗമനത്തിലെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെയും ചൈനയുടെയും നിലപാട് തന്നെയായിരിക്കും. ഇപ്പം നിലവിൽ റഷ്യ ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധിക്കപ്പെടേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നിപ്പം 2024 സെപ്റ്റംബറിൽ അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആന്റണി ബ്ലിങ്കൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ റഷ്യക്ക് കൊടുക്കുന്നുണ്ട്, യുദ്ധത്തിൽ ഉക്രൈനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിനൊരു പടിയും കൂടെ കടന്നിട്ട് കൃത്യമായിട്ട് ബ്ലിങ്കൻ ഉക്രൈൻ്റെ മുന്നറിയിപ്പ് കൊടുത്തു. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നൊരു മുന്നറിയിപ്പോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ആ യുദ്ധത്തിൽ ഇറാൻ്റെ ഒരു ബാക്കപ്പ് റഷ്യക്കുണ്ടെന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഇറാൻ സപ്ലൈ ചെയ്യുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തുന്നതെന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിൽ, ഒരു പോരാട്ടത്തിൽ ഇറാൻ കൃത്യമായി ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവർ തമ്മിലുള്ള ഈ ബയലാറ്ററൽ സഹകരണവും വളരെ ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിശബ്ദമായി ഇരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ പറയുന്നത് ചൈനയുടെ കാര്യമാണ്. ഇപ്പം ചൈനയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എല്ലാ കാലത്തും ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു യുദ്ധത്തിൽ കക്ഷി ചേർന്ന് അവരുടെ സൈന്യത്തെ അയച്ച് അതിൻ്റെ ഒരു ആയിട്ടില്ല ചൈന ഇതുവരെ. ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാടിലാണ് ചൈന പോയിരിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ചൈനയ്ക്ക് കൃത്യമായിട്ട് ഇറാൻ്റെ മേലൊരു ഇറാൻ ചൈന ബന്ധത്തിൽ വലിയ നമ്മൾ കാണാത്തതിനപ്പുറത്തുള്ള വലിയ ആഴങ്ങളുണ്ട്. കാരണം ഇപ്പം ഈ ചൈനയെ സംബന്ധിച്ചിപ്പം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ പദ്ധതി. ആ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പശ്ചിമേഷ്യയിൽ ഏറ്റവും ചൈനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പം ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറാനിലുണ്ട്. അതിനുപരിയായിട്ട് 2021 ഇവർ തമ്മിലൊരു പരസ്പര സഹകരണത്തിൻ്റെ ഒരു കരാറുണ്ട്. ഈ കരാറിൽ $400 ബില്യൺ ചൈന ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണുള്ളത്. അത് എണ്ണ മേഖലയിൽ, പിന്നെ ഗ്യാസ്, അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള രാജ്യത്തോടെ കൂടിയാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഇറാൻ കയറ്റുമതി ചെയ്യുന്ന എണ്ണ, അത് ഏറ്റവും കൂടുതൽ ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഒരു രാജ്യമാണ് ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ളൊരു വ്യാപാര ബന്ധം പരിഗണിക്കുമ്പോൾ ഇറാനുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൻ്റെ തോത് വളരെ കുറവാണെങ്കിലും ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ചൈന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടുമ്പം ചൈനയ്ക്കും അതിനകത്തൊരു സ്റ്റാൻഡ് എടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ പശ്ചിമേഷ്യയായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പുണ്ടായ യുദ്ധങ്ങളല്ല, അപ്പം ഇറാഖിലുള്ള യുദ്ധം വന്നപ്പോഴും അല്ല, അത്തരത്തിൽ എല്ലാ യുദ്ധത്തിലും അമേരിക്കയുടെ ഇപ്പം ഇപ്പം നമ്മൾ ഈ റഷ്യ ഉക്രൈൻ വാറിൽ പോലും നാറ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റൂട്ട് കോസ് അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരു അമേരിക്കൻ ഇൻട്രസ്റ്റ്
പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇപ്പം നിലവിൽ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും ഇത്തരത്തിലുള്ള ഒരു അമേരിക്കൻ ഒരു താല്പര്യത്തിൻ്റെ ഒരു ഷാഡോ ഉണ്ടെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ റഷ്യയും ചൈനയും ഒക്കെയുള്ളൊരു സഹകരണത്തിൻ്റെ അവരുടെ ഇപ്പോൾ നമുക്ക് ഈ പാശ്ചാത്യ G7 ഒക്കെ ഒരു ബദൽ എന്നുള്ള രീതിക്ക് ഒരു ബ്രിക്സ് ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നു 2009 രൂപപ്പെട്ടു വന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഈ സംവിധാനത്തിനകത്ത് ഇറാൻ ഒരു പാർട്ടാണ്. രണ്ടാമത് ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഇപ്പം ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം വന്നത് എന്ന് വെച്ചാൽ ബ്രിക്സ് കറൻസി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രിക്സ് സ്വന്തമായിട്ട് കറൻസി എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനമൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിർത്തുകൊണ്ട് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു അമേരിക്കയുടെ ഈ മേഖലയിലെ ഒരു മേധാവിത്വത്തിന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ശക്തിയായി ഭാവിയിൽ വളർന്നേക്കാം എന്ന് അമേരിക്ക കരുതുന്ന ഒരു സംവിധാനമാണ് ഈ ബ്രിക്സ്. അപ്പം ഈ ബ്രിക്സിനെ ഒന്ന് വീക്കൺ ചെയ്യുക എന്നുള്ളൊരു അമേരിക്കൻ ഷാഡോ നിലപാട് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഒരു വിലയിരുത്തലുണ്ട്. രണ്ടാമത് ഷാൻഹായ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സുരക്ഷാ സംവിധാനം ചൈന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും ഇറാൻ ഒരു പങ്കാളിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെല്ലാം ലീഡർഷിപ്പ് സ്വഭാവത്തിൽ നിൽക്കുന്ന ചൈനയാണ്. ഈ ബ്രിക്സിലായാലും ഷാൻഹായിലായാലും ചൈനയുടെ ഒരു ലീഡർഷിപ്പിൽ പോകുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് ഏറ്റവും കൂടുതൽ ചൈനയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ലോകമേധാവിത്വം അല്ലെങ്കിൽ ചൈന ഭാവിയിൽ അമേരിക്ക മറികടന്ന ഒരു ലോകമേധാവിത്വത്തിൻ്റെ സ്വഭാവത്തിട്ട് പോയേക്കാം എന്നുള്ളൊരു ആശങ്ക ട്രംപ് തുടക്കം തൊട്ടേ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പം ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ ചൈന ഇങ്ങനെ ചേരുന്ന ഒരു അച്ചുതണ്ട് അത് ചിലപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഭയപ്പെടുന്നുണ്ടാവും. അപ്പം ഈ ഒരു അർത്ഥത്തിലൂടെ കൂടി ഇപ്പം നടക്കുന്ന ഈ ഇസ്രായേലിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ ഈ അമേരിക്കയുടെ ഈ ഒരു ഷെയ്ഡി താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഈ യുദ്ധം എന്നുള്ള രീതിക്ക് അമേരിക്ക ഇതിനകത്തേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പം റഷ്യക്കോ ചൈനയ്ക്കോ അങ്ങനെ നിശബ്ദമായിട്ട് അത് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പം ഒരു സൈന്യത്തെ ഉപയോഗിച്ചിട്ട് ആ അർത്ഥത്തിൽ ചിലപ്പോൾ ഇവർ ഈ യുദ്ധത്തിനകത്തേക്ക് ഒരു പാർട്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് റഷ്യൻ്റെ സൈനിക സഹായമോ മീൻസ് ആംസ് കൊണ്ടുള്ള സഹായമോ അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് സഹായമോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സഹായം ഇറാന് കിട്ടിയേക്കാം. ഇപ്പോൾ ഇതേ സഹായം തന്നെ ചൈനയുടെ ഭാഗത്തുനിന്നും രഹസ്യമായിട്ട് പരസ്യമായിട്ട് അല്ലെങ്കിൽ പോലും ഇറാന് ലഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ ഇവരുടെ ഒരു കവേർട്ട് ഓപ്പറേഷൻ്റെ ഒരു സാധ്യതകളെല്ലാം, അതായത് ചൈനയുടെയും റഷ്യയുടെ ഒരു കവേർട്ട് ഓപ്പറേഷൻ്റെ സാധ്യതകളും ഇറാൻ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇറാന് വേണ്ടിയിട്ട് അതിനുള്ളൊരു മുൻകൈയും റഷ്യയും ചൈനയും എടുത്തേക്കാം. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കാതെ അമേരിക്ക ഈ വിഷയത്തിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ അതിൽ പ്രധാനമായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ അമേരിക്ക യുദ്ധത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സംഭവിക്കാൻ പോണ ഒരു അപകടത്തിനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക എപ്പോഴും അമേരിക്കയുടെ ഈ ഒരു വ്യോമ ശക്തി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ പഴയ ഇറാഖ് യുദ്ധം പരിശോധിച്ചാൽ എല്ലാം എടുക്കുമ്പോഴും അമേരിക്കയുടെ ഒരു വ്യോമ ശക്തിയാണ് അമേരിക്ക ഉപയോഗിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ്സ് ഇറാനിൽ എൻ്റർ ചെയ്യുകയും ഏതെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഇറാൻ്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം അപ്പം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ആണവ നിലയങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അമേരിക്ക ഒരു ന്യായം വേണമെങ്കിൽ ഇറാൻ്റെ ആണവ നിലയങ്ങളെയും അല്ലെങ്കിൽ മിസൈൽ കേന്ദ്രങ്ങളെയൊക്കെ ആയിരിക്കും അമേരിക്ക ടാർഗറ്റ് ചെയ്യുക. അല്ലാതെ സിവിലിയൻസിനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്ക അറ്റാക്ക് ചെയ്താൽ പോലും. അപ്പം ഇത്തരം സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഈ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഒക്കെ കൊടുത്തിട്ടുള്ള ഏറ്റവും സാങ്കേതിക മികവുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെയെല്ലാം ഇറാൻ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പം ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അമേരിക്കയുടെ 1-2 ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഈ സോ കോൾഡ് ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു മേധാവിത്വം ഉണ്ടല്ലോ. അപ്പം ഒരു ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും മേടിക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ഒരു ശേഷിയൊക്കെ ചോദ്യം ചെയ്യപ്പെടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു ആയുധങ്ങൾ വിൽക്കുന്ന അമേരിക്കയുടെ ഒരു ആയുധ വിപണിയുടെ ഒരു നിലനിൽപ്പിൻ്റെ വിഷയങ്ങൾ കൂടി അതിനകത്ത് വരും. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം പരിഗണിക്കാതെ ഈ ഒരു യുദ്ധത്തിനകത്തേക്ക് അമേരിക്ക എൻ്റർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമുക്ക് എല്ലാം അറിയണ പോലെ ട്രംപിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത്രയേറെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് എന്ത് ചെയ്യും എന്ന് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും രീതിക്ക് ഒരു കാര്യം പറഞ്ഞു വയ്ക്കണത് വലിയ അബദ്ധമാവും. ട്രംപ് എന്തും ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സാഹചര്യം, അതായത് യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ഒരു 2-3 ദിവസത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഇറാൻ ഭയങ്കര ബാക്ക് ഫുട്ടിലായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധം തീരേണ്ടത് ഇറാനൊരു ആവശ്യമാണെന്നുള്ള രീതിക്കൊക്കെയാണ് പൊതുവെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചും യുദ്ധം തീരുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം ഒന്നുമല്ലെങ്കിൽ അമേരിക്ക എൻ്റർ ചെയ്തിട്ട് ഈ യുദ്ധം
ഇസ്രായേലിന് വേണ്ടി അമേരിക്കയോട് കൂടി നിന്നിട്ട് യുദ്ധം ഇറാനെ തീർക്കണം. ഇല്ലെങ്കിൽ ഈ യുദ്ധം എന്തെങ്കിലും ഒരു ധാരണയുടെ പുറത്ത് ഈ യുദ്ധം അവസാനിക്കണം. അത് ഇറാനെ പോലെ തന്നെ, അല്ല ഇറാനേക്കാളും ഇപ്പോൾ അത്യാവശ്യം ഇസ്രായേലിനാണെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഇറാനെ പോലെ അല്ല. അവിടെ കുറച്ചുകൂടെ കൂടി പ്രതിപക്ഷവും അല്ലെങ്കിൽ ഈ ഒരു അവിടുത്തെ ഒരു ജനാധിപത്യ സംവിധാനം കുറച്ചുകൂടെ കൂടി ലിബറൽ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ സോക്കോൾഡ് ഇസ്രായേലിൻ്റെ ഒരു ദേശസ്നേഹം എന്ന് പറയുന്നത് ഇറാനെതിരെ ഉയർത്തുന്ന ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് മാത്രം അവിടുത്തെ ആളുകളുടെ പ്രതിഷേധം അത്ര കാലം തണുപ്പിച്ച് നിർത്താൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അവിടെ ആളുകൾ നിരന്തരം മരിച്ച് വീഴുന്നുണ്ട്. അവിടെ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നെതന്യാഹുവിന് അധികകാലം ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്യണ മിസൈലുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരണമായിട്ട് കൃത്യമായ സൂചനയുണ്ട്. പിന്നെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ഭാരിച്ച തുക ചിലവാകുന്ന ഒരു വിഷയമുണ്ട്. അപ്പം സാമ്പത്തികമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രതിസന്ധിയിട്ട് പോകാനുള്ളൊരു സാധ്യതകളൊക്കെ യുദ്ധം പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം തീരുക എന്നുള്ളത് ഇറാൻ്റെ മാത്രം ഒരു ആവശ്യമാണെന്നുള്ള രീതിക്കാണ് പലപ്പോഴും ഈ സോക്കോൾഡ് വെസ്റ്റേൺ മാധ്യമങ്ങൾ നമ്മുടെ പ്രൊപ്പഗാൻഡ സ്വഭാവത്തിൽ വരുന്ന വാർത്തകൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇറാനെ പോലെ തന്നെ യുദ്ധം തീരേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ കൂടി ഒരു ആവശ്യമാണെന്ന് നമ്മൾ കരുതേണ്ടി വരും.